ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് തന്ന ഈ നല്ല ദിവസത്തിനായി ഒരുമിച്ച് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. Our God is great. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ദൈവത്തെ സേവിക്കാൻ, ഈ ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിരിക്കുകയാണ്. സാംസ് എപ്പോഴും ഒരു എക്സോർട്ടേഷനാണ് അല്ലേ? നമുക്ക് പ്രബോധനം തരുന്ന, നമുക്ക് ശക്തി തരുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഭാരവും പ്രയാസവും ഒക്കെ നമുക്കുണ്ടില്ലേ? പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കാൻ. പ്രശ്നമില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പാണെന്നേ ഉള്ളൂ. എൻ്റെ പ്രതികൂലം അല്ല നിങ്ങളുടെ പ്രതികൂലം, നിങ്ങളുടെ പ്രശ്നമല്ല മറ്റൊരാളുടെ പ്രശ്നം. എല്ലാം അന്യോന്യം വ്യത്യസ്തമാണ് അല്ലേ? എന്നാൽ നമ്മുടെ ദൈവം സെയിമാണ്. God is same always. Our God is unchanging God, infallible God. ആമേൻ. നമ്മുടെ ദൈവം മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അവൻ സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനാണ്. അവൻ സകല ചോദ്യങ്ങളുടെ ഉത്തരമാണ്. അവനെല്ലാം അറിയുന്നവനാണ്. അവൻ നമ്മെ നന്നായി അറിയുന്ന ദൈവം. എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? വൺ ഹു നോസ് മീ. അവൻ എൻ്റെ ഭാര്യ എന്നെ അറിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അറിയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അറിയുന്നതിന് പരിമിതികളുണ്ട്. സ്തോത്രം. എന്നാൽ പരിമിതിയില്ലാതെ നമ്മളെ അറിയുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ലോകം നമ്മളെ വിധിക്കുന്നത് വാലും തുമ്പും കണ്ടിട്ടാ. മനസ്സിലായോ? ലോകം നമ്മളെ വിധിക്കുന്നത് വാലും തുമ്പും കണ്ടിട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിധിക്കുന്നത് നമ്മളെ മുഴുവനായി കണ്ടിട്ടാണ്. അവൻ നമ്മളെ മുഴുവനായി കാണുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ഉള്ളം നന്നായി അറിയുന്ന ദൈവം, എന്നെ നന്നായി മനസ്സിലാക്കുന്ന ദൈവം. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും ചിലപ്പം, മോനെ എന്നെ തെറ്റിദ്ധരിക്കില്ലേടാ, ഞാൻ അങ്ങനല്ല വിചാരിച്ചേ അല്ലേ? തെറ്റിദ്ധരിക്കുക. എന്ത് ചെയ്ത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ എന്ന്. നിങ്ങൾ ആരെങ്കിലും ദൈവത്തോട് ഇതുവരെ കർത്താവേ എന്നെ തെറ്റിദ്ധരിക്കില്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നോടില്ല. നിങ്ങൾ ആരെങ്കിലും ദൈവത്തോട് കർത്താവേ എന്നെ തെറ്റിദ്ധരിക്കല്ലേ? ഹലോ, നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. നമ്മൾ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തുവാ നമ്മൾ തമ്മിൽ പറയാറുണ്ട്? ബ്രദറെ, മോനെ, മോളെ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എന്നെ എന്ത് ചെയ്യല്ലേ? സ്വാഭാവികമാണ്. കാരണം എൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് അറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല, എൻ്റെ അപ്പനറിയില്ല, എൻ്റെ അമ്മയ്ക്കറിയില്ല, എൻ്റെ വിശ്വാസികൾക്ക് അറിയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്. എന്നെ അടിമുടി അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ മനസ്സിലാക്കുന്ന ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സാഹചര്യങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ എൻവയോൺമെൻറ്റ് അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സിറ്റുവേഷൻസ് അറിയുന്നൊരു ദൈവമുണ്ട്. എന്നെ മുഴുവനുമായി അറിയുന്ന, കാണുന്ന, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ലോകത്തിലെ ഒരു സ്കാനിങ് മെഷീനും, ഹലോ, ഏറ്റവും വലിയ സ്കാനിങ് സംവിധാനം എന്തുവാ? നമ്മുടെ ബോഡി നഴ്സുമാർക്ക് ഇരിപ്പുണ്ട്. ആമേൻ. പറഞ്ഞാട്ട് എന്തുവാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് അല്ലേ? അതിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആണോ ഡോക്ടറെ? ആണ്. സ്തോത്രം. ആമേൻ. അപ്പം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും രോഗം എവിടെ, എത്ര മില്ലിമീറ്റർ, എന്ത് സാധനം, ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്കാനിങ് സംവിധാനം അതാണ്. എന്നാൽ അത് തന്നെ ആദ്യം എടുത്തിട്ട് ചിലപ്പോൾ ഡോക്ടറെ ഇത് അങ്ങോട്ടും മനസ്സിലാവുന്ന ഒന്നുകൂടെ എടുക്കാൻ പറയും.
ഹലോ എന്ന് പറഞ്ഞാൽ അതിനും അങ്ങോട്ടൊരു ക്ലിയർ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ സ്കാനിങ് ഉണ്ടല്ലോ, അത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിനേക്കാൾ പവർഫുള്ളാണ്. ഇന്ന് നിന്റെ ശരീരത്തിനകത്ത് ആമേൻ ലോകത്തിലെ ഒരു ഇമേജിനും കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ഒരു പെറ്റ് സ്കാനിങ്ങിനും കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ലോകത്തിലെ ഒരു 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 സ്കാനിങ് മെഷീനും കണ്ടുപിടിക്കാൻ പറ്റാത്തത് നിന്റെ അകത്തളത്തിൽ അത് കണ്ട് അതിനുമേൽ ദൈവത്തിൻ്റെ ശക്തി അയക്കുന്ന അവൻ, അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, അവിടെ ദൈവത്തിൻ്റെ മഹത്വം വിടുതൽ വെളിപ്പെടുത്തുന്ന സർവശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. വായിച്ച സങ്കീർത്തനത്തിൽ എനിക്ക് ഒരു വാക്യം, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. ദുഷ്ടൻ നീതിമാൻ ആരുടെ മുമ്പിലാ? ദൈവത്തിൻ്റെ മുമ്പിൽ. മനുഷ്യൻ്റെ ദുഷ്ടതയൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് സ്കാനിങ് മെഷീനില്ല. പക്ഷെ ആരാണ് നീതിമാനെന്നും ആരാണ് ദുഷ്ടനെന്നും ആർക്കറിയാം? ദൈവത്തിനറിയാം. അടുത്ത വാക്യം, നീതിമാനായ ദൈവം, ഹലോ ഹല്ലേലൂയ, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവം എന്ത് ചെയ്യുന്നു? എന്താ ശോധന ചെയ്യുന്നു? അത് ലോകത്തിലെ ഒരു മിഷ്യനും ഇല്ല. ഇത് ശോധന ചെയ്യാൻ ഒരു മിഷ്യൻ ലോകം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനൊരു മിഷ്യൻ ലോകത്തിൽ ഇല്ലെന്നേ. ഉണ്ടോ? ആമേൻ. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇപ്പം ന്യൂയോർക്ക് മൻഹാട്ടൻ സിറ്റി വഴിയൊക്കെ കറങ്ങി വരികയാണെങ്കിൽ സ്തോത്രം, ആർക്കറിയാൻ പറ്റും ഞാൻ ഇതുവഴിയാണ് കറങ്ങുന്നതെന്ന്? ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ജപ്പാൻ, ടോക്കിയോ, ടൊയോട്ട, ആമേൻ, അങ്ങനെ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തോ തിരിച്ചറിയൊന്നും ആർക്ക്, ഹൂ നോസ് മൈ ഹാർട്ട്? ആമേൻ. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ എല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വിചാരം അറിയുന്ന ദൈവമുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, അവൻ ഹൃദയ പരമാർത്ഥികളെ. അപ്പോൾ ഹൃദയത്തിൻ്റെ, അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. അപ്പം അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. നമ്മുടെ ഹൃദയം ശോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളവസ്ഥ നന്നായി അറിയുന്ന ദൈവം. ഈ അവൻ എന്ന് പറയുമ്പോൾ, വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എബ്രായ ലേഖനം 12-ാം അധ്യായമാണോ? എബ്രായ ലേഖനം 12-ാം അധ്യായം. 1 മിനിറ്റ് പെട്ടെന്ന് ഞാൻ എടുക്കാം ആ വാക്യം. സ്തോത്രം. ബുക്ക് ഓഫ് ഹീബ്രു എടുക്കാമോ? എബ്രായ ലേഖനത്തിലേക്ക് വരാമോ? എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ശ്രദ്ധിക്കണേ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നു. ഈ വചനം പെനട്രേറ്റ് ചെയ്യുന്നത് പോലെ, വചനം സർജറി ചെയ്യുന്നത് പോലെ, ഹലോ, വചനം സർജറി ചെയ്യുന്നത് പോലെ ലോകത്തിലെ ഒരു ഡോക്ടറിനും സർജറി ചെയ്യാൻ പറ്റില്ല. ഒരു സ്പെഷ്യലിസ്റ്റിനും സർജറി ചെയ്യാൻ പറ്റില്ല. ആമേൻ. ലോകത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കാത്ത സർജറി ജയോത്സവം ചർച്ചിനകത്ത് നടക്കും.
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ലോകത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നടക്കാത്ത സർജറി നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് ഇന്ന് ഈ സഭായോഗം കഴിഞ്ഞ് നീ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ആ സർജറി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന സർജറി. ഓ ഉഡമന ഹത്തറ ദിരി ഗമന ഹത്ത റിഗ ധനലബരബ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അന്തരംഗത്തിൽ ആരും ചിന്തിക്കാത്ത തെറ്റായ ചിന്തകളെ മുറിച്ചു മാറ്റി നിന്നെ വിശുദ്ധീകരിക്കാൻ ഈ വചനത്തിന് കഴിയും. നിന്റെ അകത്തളത്തിൽ വളരുന്ന ആരും കാണാത്ത ചില ശാരീരിക രോഗങ്ങളെ മുറിച്ചു മാറ്റി നിന്നെ വിടുവിക്കാൻ, നിന്നെ സൗഖ്യമാക്കാൻ ഈ വചനത്തിന് കഴിയും. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും. അത് ലോകത്തിലെ ഏത് നൈഫ് കൊണ്ട് പറ്റും? ഒറ്റ നൈഫ് ഈ ഭൂമിയിലുള്ളൂ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വിവേചിക്കാൻ പറ്റുന്ന ഒറ്റ നൈഫേ ഉള്ളൂ. അത് എൻ്റെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന, അത് നിങ്ങളുടെ നാവിലിരിക്കുന്ന, എൻ്റെ നാവിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. അതിന്ന് ഈ സഭായോഗത്തിൽ ഒരു മഹത്വമായി വെളിപ്പെടും, ഒരു വിടുതലായി വെളിപ്പെടും, സൗഖ്യമായി വെളിപ്പെടും. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തത് തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും. ആമേൻ. ഡിസേണർ ഓഫ് ദി ഹാർട്ട് ആൻഡ് ഇന്റൻസ് ഓഫ് ദി ഹാർട്ട്. ആമേൻ. നിന്റെ ഇന്റൻഷൻ അറിയുന്ന, നിന്റെ ആമേൻ ദൈവത്തിന് സ്തോത്രം, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ, ഇന്റൻഷൻ, നിന്റെ ഉദ്ദേശങ്ങൾ, ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഹല്ലേലൂയ. ചിന്തകളെയും ഭാവങ്ങളെയും, thoughts and intention. Thoughts and intention. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിധി പറയാൻ ഈ വചനത്തിന് കഴിയും. അത് മാത്രമല്ല, അടുത്തത് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഓ, എത്ര പേർ മനസ്സിലായി? അവന് മറഞ്ഞിരിക്കുന്ന, അതിൻ്റെ അർത്ഥം എന്തോ? ആമേൻ. ഈ ചില മൈക്രോസ്കോപ്സ് ഉണ്ട്, കുഞ്ഞ് വൈറസിനെയൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പത്തിൽ കാണും. അങ്ങനല്ലേ? എത്ര മടങ്ങ് വലിക്കുന്നത്? ഡബിൾ ഫോൾഡ് അല്ല, ട്രിപ്പിൾ ഫോൾഡ് അല്ല, ലക്ഷക്കണക്കിന് വലിപ്പത്തിൽ കാണിക്കുന്ന ചില മൈക്രോസ്കോപ്സ് ഉണ്ട്. ആണോ? അല്ലേ? ഉണ്ട്. സ്തോത്രം. ആമേൻ. അങ്ങനെയാണ് ഈ കൊറോണ വൈറസിനെയൊക്കെ നമ്മുടെ കൈ കൊണ്ട് കാണത്തില്ല, സോപ്പിട്ട് കഴുകിക്കുമ്പോൾ ചത്തുപോകുന്ന സാധനം. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ, കുഞ്ഞതാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഈ സാധനം, ഇതാണ് നമ്മളെ മനുഷ്യനെ കൊന്നുകൊണ്ടിരുന്നത്. ഇതിനെ മനുഷ്യന് കാണണമെങ്കിൽ ആ സാധനത്തെ ആ മൈക്രോസ്കോപ്പിനകത്തോട്ട് വെച്ചിട്ട് നോക്കണം ഇതെത്ര വലിപ്പമുണ്ടെന്ന്. അന്നേരമാണ് ഇത് കാണുന്നത്. എൻ്റെ ദൈവം പറയുന്നു, ആ ചെറിയ ആ രോഗാണുവിനെ പോലും അതുപോലെ കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അതൊന്നും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് എൻ്റെ ദൈവത്തിനൊന്നും മറഞ്ഞിരിപ്പില്ല. നിനക്കെതിരെ നിന്റെ വിസിബിളായിട്ടും ഇൻവിസിബിളായിട്ടും നിനക്കെതിരെ തൊടുത്തുവിടുന്ന അമ്പുകൾ,
മുമ്പിലൂടെ നിനക്കെതിരെ തൊടുത്തുവിടുന്ന ശരങ്ങൾ, പിൻപിലൂടെ നിനക്കെതിരെ തൊടുത്തുവിടുന്ന ശരങ്ങൾ, നിന്റെ കാണെ നിനക്കുണ്ടാകുന്ന അറ്റാക്ക്, അവൻ കാണാൻ പറ്റാത്ത മണ്ഡലത്തിൽ, ആമേൻ, മനസ്സിലാകുന്നുണ്ടോ? കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും നിനക്കെതിരെ പോരാടുന്ന പോരാട്ടം, അവൻ ആ പോരാട്ടങ്ങളുടെ എല്ലാം നടുവിൽ നീ തകർന്നു വീഴാതിരിക്കുന്നത് ഇവിടെ പറയുന്നു ദൈവം, ഞാൻ നിന്റെ പരിചയായി, നീ കാണാത്ത മണ്ഡലത്തിലും നിന്നെ പരിചയായി സൂക്ഷിച്ചു. അവൻ നിനക്കെതിരെ ശത്രു പോരാടി നിന്നപ്പോൾ, ആഭിചാരം ചെയ്തപ്പോൾ, മന്ത്രവാദം ചെയ്തപ്പോൾ, നിനക്കെതിരെ അവൻ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചപ്പോൾ, നിനക്കെതിരെ മന്ത്രവാദ പോരുകൾ കെട്ടിയപ്പോൾ, അതൊന്നും നീ കണ്ടില്ലെങ്കിലും അത് കണ്ടൊരു ദൈവമുണ്ട്, അത് കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവം നീ അറിയാത്ത മണ്ഡലങ്ങളിൽ നീ പോലും ദൈവം നിന്നെ സംരക്ഷിച്ചത് അറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം അനുഭവമുള്ള ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ഒരു ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്കെതിരെ പോരാടി നിന്ന ശത്രുവിന്റെ സകല പദ്ധതികളെ എത്രയോ രോഗാണുക്കൾ നിന്റെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറി. എന്നാൽ ഒരു രോഗാണുവും നിന്നെ തകർക്കാതിരുന്നത് നിന്റെ ശരീരത്തിനകത്ത് നിനക്ക് വേണ്ടി പോരാടിയ ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടല്ല നീ രക്ഷപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ ദൂത്? നമ്മുടെയൊക്കെ വിചാരം വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് പിടിച്ചിരുന്നത്, മൾട്ടി വൈറ്റമിൻ അടിച്ചതുകൊണ്ടാണ് പിടിച്ചിരുന്നതെന്നാ. ഹല്ലേലൂയ. നിന്റെ മൾട്ടി വൈറ്റമിനോ വൈറ്റമിൻ സിയോ ഹല്ലേലൂയ വൈറ്റമിൻ ഡിയോ ഒന്നും അല്ല നിന്നെ പിടിച്ചു നിർത്തിയത്. നിന്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകമാണെന്ന്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണെന്ന്, നിന്റെ വീടിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണെന്ന്, നിന്റെ ചുറ്റും നിന്നെ പൊതിയുന്ന ഒരു ദൈവ കൃപയാണെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവജനം ദൈവശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എത്രയോ അപകടങ്ങൾ നിന്റെ മുമ്പിലും പിമ്പിലും ഉണ്ടായി. രക്തം ജയം, രക്തം ജയം. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം ഈ ഹോളിനകത്ത് ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നു. ഒരു പ്രത്യേക കവറിങ്ങിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. ഒരു ബുള്ളറ്റ് പ്രൂഫിനകത്ത് ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവ സാന്നിധ്യത്തിന്റെ കവറിങ്ങിനകത്ത് അവൻ എത്രയോ ശക്തന്മാര്, അവൻ എത്രയോ ബുള്ളറ്റ് പ്രൂഫ് അണിഞ്ഞവര് പോലും ചില ബോംബ് ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിച്ചു പോയി. എന്നാൽ നീ തകരാതിരുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന്. നീ വാഹനം ഓടിച്ചുകൊണ്ട് MC റോഡിലൂടെ, നാഷണൽ ഹൈവേയിലൂടെ ഒക്കെ യാത്ര ചെയ്തപ്പോൾ നിന്നെ കണ്ണടപ്പിച്ച് നിന്നെ ഇടിച്ച് തകർക്കാൻ പിശാച് എത്രയോ അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുക.
അനർത്ഥ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിലൊരാളായി നിന്നെയും പരസ്യകോലമാക്കാൻ, തീർത്തു കളയാൻ ശത്രു പദ്ധതി ഇട്ടപ്പോഴും നിന്റെ കണ്ണടയാത്തത് കൊണ്ടല്ല, നിന്റെ കണ്ണടഞ്ഞപ്പോഴും നിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ചൊരു ദൈവം ഉണ്ടായിരുന്നു, നിന്നെ പരിപാലിച്ചൊരു ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന ദൈവം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അടുത്ത വാക്യം, അവനുമായിട്ടല്ലോ ആകുന്നു നമുക്ക് കാര്യം. നമുക്ക് ആരോടാ കാര്യം? നമ്മുടെ ദൈവത്തോട്. നമുക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ആരാ? ദൈവമാണ്. നമ്മുടെ ദൈവമാണ് നീതിമാനായ നമ്മുടെ ദൈവം. നമ്മുടെ അഡ്വക്കേറ്റ് ദൈവമാണ്. നമ്മുടെ ജഡ്ജ് ദൈവമാണ്. നമുക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ദൈവമാണ്. നമ്മളെ കൈവിടാത്ത ദൈവമുണ്ട്. അല്ലല്ലോ, അവന്റെ കണ്ണിന് സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ സകലതും കാണുന്നു. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. എന്നാ ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുക. എന്തിനാ കണ്ണൂടാടുന്നത്? തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരെ. അതർ സൈഡ്, മറ്റൊരു വശത്ത് അവൻ നമ്മുടെ കുറവുകളെ കാണുന്ന ദൈവമാണ്. നമ്മുടെ തെറ്റുകൾ കാണുന്ന ദൈവമാണ്. നമ്മൾ പറഞ്ഞ കള്ളത്തരങ്ങൾ ദൈവം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലുണ്ടായ നിരൂപണങ്ങൾ, ആമേൻ, ദാവീദിന് നന്നായിട്ട് അറിയാം ദൈവം ഹൃദയം നോക്കുന്ന ആളാണ്. കാരണം ആമേൻ, ശമൂവേൽ തൈലക്കൊമ്പുമായി ഇശായിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കർത്താവ് ദൈവം ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ അവരുടെ ആരുടെയും പൊക്കമോ വണ്ണമോ ഒന്നും നോക്കരുത്, നീ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വന്ന 16-ാം അധ്യായമാണ്. ആ എടുത്തൊക്കെ വായിച്ചോ. 1 ശമൂവേൽ 16-ാം അധ്യായം എടുത്തു വായിച്ചേ. സ്തോത്രം. 1 ശമൂവേൽ 16-ാം അധ്യായം. അനന്തരം യഹോവ, ആ വാക്യം കൂടെ പറഞ്ഞ് അങ്ങ് 6-ാം വാക്യം. ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹലോ, യഹോവ എവിടെ നോക്കുന്നു? ഹൃദയത്തെ നോക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഹൃദയം നോക്കുന്നത്? അത് ദാവീദിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദാവീദ് തന്റെ പ്രശ്നത്തിന്റെ നടുവിൽ പറയുകയാണ്, അവൻ എന്റെ ഹൃദയം അറിയുന്ന ദൈവം, എന്റെ നിരൂപണം അറിയുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, of Genesis chapter 6, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5-ാമത്തെ വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ വിചാരങ്ങൾ. ഹലോ, എന്നോടുണ്ടോ? അവന്റെ ഹൃദയ വിചാരങ്ങൾ. നിങ്ങൾ എന്നോട് പിണങ്ങി ഇവിടെ വന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ഹൃദയ വിചാരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതേ ഭാഷയിലൂടെ പറയുക. ചിന്തകളെയും ഭാവങ്ങളെയും തോട്ട്സ് ആൻഡ് ഇന്റൻഷൻ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയാം. അവൻ നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും വായിച്ചേ, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ നന്മ മാത്രമല്ല, നമ്മുടെ തിന്മയും കാണുന്നു.
നമ്മുടെ നല്ലത് മാത്രമല്ല, നമ്മുടെ ദോഷവും കാണുന്ന ദൈവമാണ്. ആമേൻ. നമ്മൾ ആരാധിക്കുന്ന മാത്രമല്ല, നുണ പറയുന്നതും കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ സ്തോത്രം പറയുന്നത് മാത്രമല്ല, കുറ്റം പറയുന്നതും കേൾക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ എല്ലാ വശവും ഒരുപോലെ ആണ് കാണുന്ന, ഒരുപോലെ അറിയുന്ന ഒരു ദൈവം. വി മസ്റ്റ് ബി വെരി കെയർഫുൾ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. എനിക്ക് തെറ്റുകൾ വരാം, നിങ്ങൾക്ക് തെറ്റുകൾ വരാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാം. നമ്മൾ ആരും രൂപാന്തരപ്പെട്ടിട്ടില്ല. രൂപാന്തരപ്പെട്ട ആരുടെ ഇരിപ്പുണ്ടോ? രൂപാന്തരപ്പെട്ടത് തേജസ്കരിക്കപ്പെട്ട ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മളെ നീതീകരിച്ചു, നമ്മളെ വിശുദ്ധീകരിച്ചു. ഇനി നമ്മളെന്ത് ചെയ്യും? തേജസ്കരിക്കും. ഇതുവരെ നമ്മൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തേജസ്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ ജീവിതം പരമാർത്ഥമുള്ള ജീവിതമാണ്. പരമാർത്ഥികളെ അറിയുന്ന ദൈവം, പരമാർത്ഥ ഹൃദയം അറിയുന്ന ദൈവം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണക്റ്റഡാകാം, ഒന്നുകൂടെ കണക്റ്റഡാകാം, ഒന്നുകൂടെ നമുക്ക് നേരെയാകാം. എവിടെയെങ്കിലും ശരിയാകാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിയാകാം. ആമേൻ. അതിന് സമയമുണ്ട്. ദൈവം സമയം തന്നിരിക്കുക നമുക്ക്. ആമേൻ. ഇനി നാളെയല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ ഒക്കെ വന്നുപോയ കുറവുകളെ നമുക്ക് ഏറ്റുപറയാനും ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കാനും നമുക്കെല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് ആരാധിക്കാം. വേദപുസ്തകങ്ങളുടെ എടുത്താൽ ബൈബിളൂടെ എടുത്തേ. 1 കൊരിന്ത്യർ 13 അധ്യായം എടുത്തേ. 1 Corinthians chapter 13, അത് 13 വാക്യങ്ങൾ. 13 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിച്ചിട്ട് നമ്മൾ ആരാധിക്കണം. 13 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിച്ചിട്ട് നമ്മൾ പാട്ടുപാടി കൊയറിങ്ങി പോലെ സ്തോത്രം പാട്ടുപാടി ആരാധിക്കാൻ പോയാണ്. 13 വാക്യങ്ങൾ. നിങ്ങൾക്ക് എത്ര സങ്കീർത്തനം വായിച്ചാലല്ലേ? സങ്കീർത്തനം വായിച്ചപ്പം കാറ്റും പുകയായിരുന്നു. അത് പിന്നെ വന്ന് കയറിയതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നി. സ്തോത്രം. വന്ന് കയറിയതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണോ എന്ന് തോന്നി. നിങ്ങൾ ഈ ലൈവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മർത്തോമാ പള്ളിയിൽ പോയിട്ടുണ്ടോ? ഓർത്തഡോക്സ് പള്ളിയിൽ പോയിട്ടുണ്ടോ? ഞാൻ മർത്തോമക്കാരനാണ്. അവിടെ അച്ഛൻ പറയേണ്ട ഭാഗമുണ്ട്, അൽമായർ പറയേണ്ട ഭാഗവും വിശ്വാസികൾ പറയേണ്ട കാര്യവും ഉണ്ട്. നിങ്ങൾ പുറത്ത് നിന്ന് കേൾക്കണം. അച്ഛൻ പറയുന്നത് പോലെ എന്ത് സ്ഫുടമായിട്ടാണ്, ഉറച്ച അവർ വായിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ അടുത്തത് വിശ്വാസികൾ പറയുന്ന അതേ ഒച്ചത്തിൽ നമുക്ക് പുറത്ത് തരാം. ഇവിടെ പാസ്റ്റർമാർ പറയുന്ന മാത്രമേ പുറത്ത്, വിശ്വാസികളെല്ലാം പറഞ്ഞു മിണ്ടാ അറിഞ്ഞൂടാ, വാ തുറക്കാൻ അറിഞ്ഞൂടാ, ശബ്ദം വരൂല്ല, പച്ചവെള്ളം ചവച്ചു പിടിക്കുന്ന പൊന്നു മക്കളാണ്. സ്തോത്രം. വാ തുറക്കുകയുണ്ട്. ഇവിടെ വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കാൻ അങ്ങോട്ട് വാ തുറക്കുക. വീട്ടിൽ അടുക്കള തുറക്കുന്ന വാ ഇവിടെ തുറക്കുക. വീട്ടിൽ ഭാര്യയോട് തുറക്കുന്ന വാ ഇവിടെ തുറക്കുക. ഹല്ലേലൂയ. മുഖത്തൊരു കടുപ്പം, ആ കടുപ്പമൊക്കെ മാറ്റി ബി ഹാപ്പി. ദൈവസന്നിധി വരുമ്പോൾ ചിരിക്കണം. ചിരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ, ചിരിക്കാൻ പറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ. ഇങ്ങനെ ആക്കാൻ ചിരിക്കാൻ പറ്റുന്നു. ചിരിക്കാനൊന്ന് ചിരിച്ചു. സത്യം ചിരിക്കണം. സന്തോഷിപ്പീൻ. സന്തോഷമെന്ന് പറഞ്ഞാൽ എന്താ? ചിരി. അങ്ങനല്ലേ? സന്തോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാറില്ലേ? ഭയങ്കര സന്തോഷമാണെന്ന് പറയൂ മോളെ, എൻ്റെ മോളെ പറയൂ. സന്തോഷം വരുമ്പോൾ പറയും എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനല്ലേ പറയുന്നത്?
ആണോ അല്ലയോ? സ്നേഹമോളെ, അങ്ങനാണോ? ഉറപ്പാണോ? ഇവിടെ സന്തോഷം വരുമ്പോൾ എന്തോ പറയൂടോ മോനെ ചോദിച്ചോ? ഇപ്പൊ നിനക്ക് സന്തോഷമുണ്ടോ? ദൈവസന്നിധി വരുമ്പോൾ സന്തോഷമില്ലേ പിന്നെ ലോകത്ത് എവിടെ പോയ സന്തോഷം? ഓണാഘോഷം കാണാൻ പോയാൽ കിട്ടുമോ സന്തോഷം? ഇല്ല. സ്തോത്രം. ആ ട്രാഫിക്ക് കാണുമ്പോഴേ ഓടാൻ തോന്നുന്നു, ഇല്ലേ? സ്തോത്രം. ഇവിടെ കിട്ടുന്ന സന്തോഷം വേറെ. നിങ്ങൾ സീരിയസ് ആണല്ലോ. ചിരിച്ച് പൈസയോളൊന്ന് ചിരിച്ചു. നല്ല പല്ല മോളെ, ചിരിക്കും. ധൈര്യമായിട്ട് ചിരിച്ചു. ഒന്നും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ. ഇനി ഒന്ന് വാക്യം എടുത്ത് വായിച്ച് 13-ാം അധ്യായം 1 മുതൽ 13 വരെ എല്ലാ ശബ്ദവും ഉയർന്ന്. ആമേൻ. 1 2 3 സ്റ്റാർട്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു. ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഒന്ന് കൈ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.